ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ക്രിസ്മസ് സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ബെഡ്റൂം മേക്ക് ഓവർ പ്ലസ് സ്റ്റഡി ഏരിയ ആണ് മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത്. ടീനേജേഴ്സിൻ്റെ റൂമൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മേക്ക് ഓവർ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും മാറ്റാറുള്ളത്. കേർട്ടൻസും ബെഡ്ഷീറ്റും മാറ്റുമ്പോൾ തന്നെ റൂമിന് നല്ലൊരു ചേഞ്ച് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കേർട്ടൻസ് ആയി തന്നെ മാറ്റാം. നമ്മൾ ഈ ഒരു തീം എടുത്തിരിക്കുന്നത് വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനാണ്. എപ്പോഴും ക്രിസ്മസിന് അത് തന്നെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു കളറിന് ഉള്ള കേർട്ടൻസും ബെഡ്ഷീറ്റൊക്കെ നമുക്ക് മാറ്റാം. അപ്പോൾ ഇതൊക്കെ മാറ്റുന്നതിനൊപ്പം തന്നെ നമുക്കൊന്ന് വേഗം ഒന്ന് ക്വിക്കായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കേർട്ടൻസും ഇതൊക്കെ മാറ്റുന്നതുകൊണ്ട് തന്നെ ഒന്നും കൂടിയൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തിട്ട് വൃത്തിയാക്കി എടുക്കുകയാണ്. അതിനുശേഷം റൂം ഫുള്ളായിട്ടൊന്ന് അടിച്ചു വാരി എടുത്തിട്ട് നമുക്ക് തുടച്ചിട്ടിട്ട് ബാക്കിയുള്ള മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്യാം. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ വീട് ഇങ്ങനെ ഒരുക്കിയൊക്കെ വെക്കുമ്പോൾ മേക്ക് ഓവറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മാത്രമല്ല സന്തോഷമാവണത്, നമ്മുടെ ചുറ്റുമുള്ളവർക്കും ആ ഒരു വൈബ് കിട്ടുന്നുണ്ട് കേട്ടോ. വീട്ടിൽ കയറുമ്പോൾ തന്നെ ഉള്ള ആ ഒരു പോസിറ്റീവ് വൈബ് മറ്റുള്ളവർ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ പോലും അവർക്ക് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ അവർ പറയുന്നില്ലെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ അത് എന്തായാലും തോന്നുന്നുണ്ടാവും. നമ്മുടെ മക്കൾക്കായാലും നമ്മുടെ ഹസ്ബൻഡിനായാലും നമ്മുടെ പാരൻസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അങ്ങനെ ഫീൽ ചെയ്യൂട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ ക്രിസ്മസ് സമയത്ത് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ പുതിയൊരു വർഷം തുടങ്ങുമ്പോൾ നമ്മുടെ വീട് കുറച്ചുകൂടി ഭംഗിയായിട്ട് ഒരുക്കി വീടിനെ സ്നേഹിക്കുമ്പോൾ എന്താ പറയുക, ആ വീടിന് തന്നെ ഒരു വൈബ് വരും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഔട്ട്ഫിറ്റ് ഒരു റെഡ് അനാർക്കലി കുർത്തിയാണ്. ഷിഫോൺ മെറ്റീരിയലാണ് വരണത്. ഇത് ഓൺലൈനിൽ നിന്നല്ല, ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനത്തെ സെയിം മോഡൽ കാണുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഹെയർ ക്ലിപ്പ് ഇൻസ്റ്റാ പേജ് ആയിട്ടുള്ള ലിറ്റിൽ ബിറ്റ് ഓഫ് എവറിത്തിങ് എന്ന് പറഞ്ഞ പേജിൽ നിന്നുള്ളതാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള അഫോർഡബിൾ ഹെയർ ക്ലിപ്സ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു പേജ് ഒരു ഗീവ് അവേ കൂടി നടത്തുന്നുണ്ട്. അപ്പോൾ 10 ദിവസം വരെയാണ് നമുക്കിപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവസരം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ ഒരു പേജ് ഫോളോ ചെയ്യുക. അതിനുശേഷം ഹെന്ന 2024 എന്ന് പറഞ്ഞ കോഡ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മാത്രം മതി. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഗിഫ്റ്റായിട്ട് ഇതുപോലെയുള്ള ക്യൂട്ടായിട്ടുള്ള ഹെയർ ക്ലിപ്സ് ആയിരിക്കും ഗിഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേർട്ടൻസ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനത്തെ ഒരു നെറ്റിൻ്റെ മോഡൽ കേർട്ടൻസ് ആണ്. നമ്മുടെ ജനാലകൾ ഇതുപോലത്തെ ഡിസൈൻ ഗ്ലാസ് ആണെങ്കിൽ ഇങ്ങനത്തെ നെറ്റ് കേർട്ടൻസ് നല്ലതാണ്. നന്നായിട്ട് വെളിച്ചം അകത്തോട്ട് വരും. ചില വീടുകളൊക്കെ നന്നായിട്ട് നാച്ചുറലായിട്ട് പുറത്ത് നന്നായിട്ട് വരുന്ന രീതിയിലായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ നാച്ചുറലായിട്ട് അധികം വരുന്ന കൂട്ടത്തിലല്ല. അതുകൊണ്ട് തന്നെ ചൂട് കുറവാണ്, പക്ഷേ വെളിച്ചം അകത്തോട്ട് ഭയങ്കര കുറവാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ നാച്ചുറലായിട്ട് ആ ലൈറ്റ് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം തൊട്ടേ അതെ, ജനലരികത്തിരിക്കുക അല്ലെങ്കിൽ ജനലേക്കൂടെ വരുന്ന ആ വെളിച്ചം റൂമിൽ വരിക, കിച്ചണിൽ പണികൾ ചെയ്യുമ്പോൾ ജനലേക്കൂടുള്ള ആ വെളിച്ചം എനിക്കത് ഭയങ്കര ഇഷ്ടം. ഒരു പ്രത്യേക വൈബാട്ടോ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വീട്ടിലേക്ക് അധികം വെളിച്ചമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കേർട്ടൻസ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ റീസൺ കിട്ടാവുന്ന വെളിച്ചം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുക്കുകയാണ്. വൈറ്റ് ബെഡ്ഷീറ്റാണ് വിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ബെഡ്ഷീറ്റൊന്നും ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ സെയിം റോസ് ഉപ്പ് അവരുടെ റൂം യൂസ് ചെയ്യണോണ്ട് ഞാൻ ഈ ബെഡ്ഷീറ്റ് വിരിച്ചാൽ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുഴപ്പമില്ല. പ്ലെയിൻ കളറൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അഴുക്ക് പിടിക്കും. അപ്പോൾ നമ്മൾ മക്കളൊക്കെ വലുതായി കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് നോക്കിയാൽ മതി. കാരണം അല്ലാതെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതേ ഞാൻ പില്ലോസ് മാച്ചിങ് ആയിട്ട് റെഡ് കളർ കുഷ്യൻ പില്ലോസാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫോട്ടോ ഫ്രെയിമും ഈ ഒരു സാന്റാക്ലോസിൻ്റെ പിക്ചറുള്ളൊരു ക്ലോത്ത് ഞാൻ അതുമ്മേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ ഫ്രെയിമും ക്രിസ്മസ് തീമിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വേണമെങ്കിൽ ഈ ഒരു ഐഡിയ ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ. ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടെങ്കിൽ അതെടുക്കാം, ഇല്ലെങ്കിൽ ഒരു കാർഡ് ബോർഡിൻ്റെ പീസുമേ വൈറ്റ് പേപ്പർ സ്റ്റിക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് റിബണും പിന്നെ ഇതുപോലെയുള്ള ക്രിസ്മസിൻ്റെ ഡെക്കറേഷനിൽ ക്രിസ്മസ് ട്രീമിൻ്റെ ഡെക്കറേഷൻ ആ ഒരു ക്രിസ്മസ് ബോൾസ് നമ്മൾ എടുത്തിട്ട് റിബൺ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു കാർഡ് ബോർഡുമ്മേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഫോട്ടോ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ ഫോട്ടോ ഫ്രെയിമേക്കാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ക്രിസ്മസിൻ്റെ ആ ഒരു ഡെക്കറേഷൻ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ലൊരു ഷൈനിങ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളത് പറഞ്ഞ് എടുത്താൽ നല്ലതായിരിക്കും. ഇതന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ക്രിസ്മസ് ഡെക്കറേഷൻ ഹാങ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ക്രിസ്മസ് അപ്പൂപ്പനെയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് ഈ ഒരു ബോർഡുമേക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക ഫിക്സ് ചെയ്ത ശേഷം ഒരു റിബൺ എടുത്തിട്ട് ഒരു ബോർഡർ ഷേപ്പിലാക്കിയിട്ട് ഞാൻ അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻസ് ബോർഡുമ്പോൾ വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഗ്ലൂ ചെയ്ത ശേഷം എന്തെങ്കിലും വെയിറ്റുള്ള കാര്യം അതിൻ്റെ മുകളിൽ വെക്കുക. അപ്പോൾ അത് അവിടെ നന്നായി സ്റ്റിക്ക് ആയിക്കോളും. അതിൻ്റെ തൊട്ട് താഴെ എന്തെങ്കിലും ഒരു ക്രിസ്മസ് വാചകമോ ഒരു കോട്ടോ നമുക്ക് എഴുതി കൊടുക്കാം. ഇനി ഗ്ലിറ്ററൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. പക്ഷേ നമ്മളിത്ര ഈസി ആയിട്ട് ഇതേ സിമ്പിളായിട്ട് ഈ ഒരു ഫോട്ടോ ഫ്രെയിം ഇതേ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പിക്ചർ ഇതുപോലെ തന്നെ നമുക്ക് വാളിൽ ഹാങ് ചെയ്യാനോ ടേബിളിൽ വയ്ക്കാനൊക്കെ യൂസ് ചെയ്യാം.
അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഓഫീസ് സ്പേസ് അല്ലെങ്കിൽ സ്റ്റഡി ടേബിൾ ഒരുക്കാം. അപ്പോൾ ഈ ഒരു റൂം നമ്മൾ രണ്ടുപേരും യൂസ് ചെയ്യുമ്പോൾ രണ്ടുപേരും ടേസ്റ്റിനനുസരിച്ച് വേണം നമ്മൾ ഒതുക്കാൻ. അപ്പോൾ എനിക്കാണെങ്കിൽ എപ്പോഴും ഡെക്കറേഷനാണ് ഭയങ്കര ഇഷ്ടം. പക്ഷേ ചേട്ടനാണെങ്കിലോ ഐറ്റംസ് ഒക്കെ എടുക്കുന്ന പോലെ എപ്പോഴും കാണുന്ന സ്ഥലത്ത് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുകയും വേണം. അപ്പോൾ രണ്ടുപേരും കൂടി ആവുമ്പോൾ എന്താണ്, അത് രണ്ടുപേരും അനുസരിച്ച് അറേഞ്ച് ചെയ്യുകയും വേണം. അപ്പോൾ ടേബിളിൽ ഞാൻ ഒരു വൈറ്റ് ഷീറ്റ് വിരിച്ച് കൊടുത്തിട്ടുണ്ട്. ചെയർ കവറായിട്ട് ഈ ഒരു ക്രിസ്മസ് ഹാറ്റിൻ്റെ ഡിസൈനുള്ള ചെയർ കവർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു ഷെൽഫിൽ ഞാൻ 3 ഷെൽഫ് ഉണ്ടല്ലോ, ഈ 3ലും ഞാൻ ആദ്യം മുഴുവൻ ഡെക്കോർ വെച്ചിരുന്നത്. പക്ഷേ ചേട്ടൻ വന്നപ്പോൾ ചേട്ടന് അവിടെ എടുക്കേണ്ട ഐറ്റംസൊക്കെ വെക്കുക, ഇങ്ങനെ ഡെക്കോർ മാത്രം ഇങ്ങനെ വെച്ചാൽ എങ്ങനെയാണ്, നമുക്ക് പ്രാക്ടിക്കലായിട്ട് സാധനങ്ങൾ എടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഞങ്ങൾ എഴുതുന്ന ഒരു ഡയറിയും പിന്നെ ഞങ്ങളുടെ സ്പെക്സ് വെക്കുന്ന ഒരു ഹോൾഡറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്പെക്സ് വെക്കുന്ന ഹോൾഡർ മീഷോയിൽ നിന്ന് വാങ്ങിയതാട്ടോ, ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഐറ്റം. അപ്പോൾ ഇതിലാവുമ്പോൾ ഓർഗനൈസിങ്ങും നടക്കും, എൻ്റെ ഡെക്കോർ ഐഡിയയും നടക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി ആയിട്ടൊരു സ്പെക്സ് ഹോൾഡർ അവിടെ ഉണ്ട്. പിന്നെ അടുത്തൊരു ഷെൽഫിൽ ഞാൻ ക്രിസ്മസ് ഡെക്കറേഷനായിട്ട് ഒരു ഏഞ്ചലിൻ്റെ സ്റ്റാച്യൂയും അങ്ങനെ ക്രിസ്മസ് തീമിലുള്ള ഒരു 3 ഐറ്റം വയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ കുറേ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, ചിലപ്പോൾ എന്തെങ്കിലും എടുക്കേണ്ട ഐറ്റംസൊക്കെ വേണമെങ്കിൽ ഈ ഒരു ഷെൽഫിലാണ് വെക്കണേ, പെട്ടെന്ന് എടുക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ മാത്രമേ ഡെക്കോർ വെക്കുന്നുള്ളൂ. അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഷെൽഫിൽ ഞാൻ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസും എപ്പോഴും എടുക്കുന്ന ഐറ്റംസൊക്കെ, ഞാൻ എടുക്കുന്നതൊന്നല്ല ചേട്ടൻ ഉപയോഗിക്കുന്ന കുറേ ഐറ്റംസൊക്കെ. അപ്പോൾ അത് ഈ ഒരു ബോക്സിലാക്കിയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ അലങ്കോലം ആയിരിക്കില്ല, വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്റ്റഡി ടേബിൾ ഒരുക്കാം. ഞാൻ ഒരു പെൻ ഹോൾഡർ നമ്മുടെ കയ്യിലുള്ളതാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതുപോലെ പെൻ ഹോൾഡർ വേണമെങ്കിൽ ഉണ്ടാക്കാം, ക്രിസ്മസ് തീമിൽ ഇതുപോലെ തന്നെ നല്ല ഷൈനിങ് ആയിട്ടുള്ളത്. ഇതിനായിട്ട് നമ്മുടെ കയ്യിലുള്ള പഴയ ഗ്ലാസ് ഒരെണ്ണെടുക്കുക, അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് ബോക്സ് ആയാലും കുഴപ്പമില്ല. ഗ്ലാസ് ആകുമ്പോൾ നമുക്കൊരു ക്യാൻഡിൽ ഹോൾഡർ ആയിട്ടൊക്കെ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് തന്നെ ഗ്ലാസ്സുമ്പോൾ ഫുള്ളായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഒരു പാക്കറ്റ് ഗ്ലിറ്റർ, അത് റെഡോ ഗ്രീനോ അതുപോലെ സിൽവറോ നമുക്ക് എടുക്കാം. അതിനുശേഷം അതിങ്ങനെ ഫുള്ളായിട്ട് ഗ്ലാസ് അത് ഉരുട്ടി കൊടുക്കുക. ഇതേപോലെ തന്നെ ബോട്ടിലായിട്ടും നമുക്ക് ചെയ്യാം കേട്ടോ. ഈ ഒരു ഗ്ലാസ്സുമ്പോൾ നമുക്ക് പിന്നീട് വല്ല ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതുപോലെ തന്നെ ക്യാൻഡിൽ ഹോൾഡർ ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു പോർഷൻ നമ്മളൊരു വട്ടം ഒരു പേപ്പർ അതുമ്പോൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ബാക്കി ഏരിയയിൽ നമ്മൾ ഫുൾ ഫെവിക്കോൾ ആക്കിയിട്ട് ഇതുപോലെ ഷൈനിങ്ങിൽ ഇങ്ങനെ തിരിച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഗ്ലിറ്റർ ആവണം. അതിന് ശേഷം ആ ഒരു ഒട്ടിച്ച് വെച്ച റൗണ്ട് പീസ് പേപ്പർ നമ്മളെടുത്ത് കളയാം. ഇനി നമ്മൾ റിബൺ ഉപയോഗിച്ചിട്ട് തന്നെ ഈ ഒരു ഗ്ലാസ്സും ഒന്ന് കെട്ടി കൊടുക്കുക. ചെറിയൊരു ഡെക്കറേഷൻ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു പൂവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ആ സർക്കിൾ മാത്രം വെച്ചിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, അതൊരു ക്യാൻഡിൽ ഹോൾഡർ ആക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ക്രിസ്മസ് തീമിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഗ്ലാസ്സുകളിൽ ഡിസൈൻ ചെയ്ത് പെൻ ഹോൾഡറൊക്കെ ഉണ്ടാക്കാം. അപ്പം ഞാൻ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് തന്നെ ഞാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ക്രിസ്മസ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് 2 കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഞാൻ ടേബിളിൽ വയ്ക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഇതുപോലെ ക്രിസ്മസ് തീമിലുള്ള സ്റ്റേഷനറി ഈ 3 പേന നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു പെൻ ഹോൾഡറിൽ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൂമിലേക്ക് ഒരു ക്രിസ്മസ് ട്രീ വെക്കാം. അപ്പോൾ ചെറിയൊരു ക്രിസ്മസ് ട്രീ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഞാൻ 4 വർഷം മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ക്രിസ്മസ് ട്രീയാണ്. ഇപ്പോൾ ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇതുപോലെ ഡെക്കറേഷൻസ് ഞാൻ മാറ്റി വെക്കും. ഇതിനായിട്ട് ഇതുപോലെയുള്ള ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ഈ ഒരു ഗ്രീൻ കളറുള്ളതാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെറിയൊരു മാല ലൈറ്റും പിന്നെ ചാർട്ട് പേപ്പർ. മാല ലൈറ്റ് വേണമെന്നില്ല, നമുക്ക് വേറെ പല രീതിയിൽ നമുക്കിത് ചെയ്യാം. ഇതിൻ്റെ ബേസായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ചാർട്ട് പേപ്പറിനെ കോൺ ഷേപ്പിലാക്കിയിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. അതിന് ശേഷം അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് അതൊരു കോൺ പോലെ ആക്കുക. അപ്പോൾ ഞാനിതിൽ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ രീതിയിലാണ് സ്റ്റിക്ക് ചെയ്യണത്. സെല്ലോ ടേപ്പ് വെച്ചിട്ട് നന്നായിട്ട് അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു ഗ്രീൻ കളർ ആയതുകൊണ്ടാണ് ബ്ലാക്ക് കളർ ചാർട്ട് എടുത്തത്. നിങ്ങൾ ഇനി വേറെ കളറുകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റോ റോസോ ബ്ലൂ ചാർട്ട് പേപ്പറൊക്കെ നമുക്ക് എടുക്കാം. അതിന് ശേഷം അതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ കട്ട് ചെയ്ത് കളയണം, എന്നാലാണ് അത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുള്ളൂ ഇതുപോലെ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഹൈറ്റ് അനുസരിച്ചിട്ട് അത് കട്ട് ചെയ്ത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് തോന്നുന്ന രീതിയിലാക്കി എടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗ്ലൂ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഗാർലൻഡ് ഉണ്ടല്ലോ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ, ഈ ഒരു സംഭവം ഇതുപോലെ റോൾ ചെയ്തെടുക്കുക, ചെരിച്ച് ഒട്ടിച്ച് കൊടുക്കുക. ഞാൻ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചത്, അപ്പോൾ വേഗം ഒട്ടിച്ച് കിട്ടും. ഫെവിക്കോളും യൂസ് ചെയ്യട്ടെ, കുഴപ്പമില്ല. ഇനി മാൽ ലൈറ്റ് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇപ്പം നമുക്ക് മാൽ ലൈറ്റ് ഇതിൻ്റെ മുകളിൽ ചുറ്റി കൊടുക്കാം. മാൽ ലൈറ്റ് എല്ലാം വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ഇതുമ്പോൾ സ്റ്റിക്ക് ചെയ്തും കൊടുക്കാം. അപ്പോൾ ഞാൻ കുറേ ബെല്ലിൻ്റെ ഷേപ്പുള്ള കുറച്ച് ഡെക്കറേഷനാണ് വെക്കണേ. ഇനി ക്രിസ്മസ് ട്രീമെ തൂക്കുന്ന ഡെക്കോർ ചെറുത് ഇതുപോലെ നമുക്ക് ഹാങ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡെക്കറേഷൻസും വെക്കാം. ഏറ്റവും ടോപ്പിലായിട്ട് നമ്മളൊരു ക്രിസ്മസിൻ്റെ സ്റ്റാർ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം, ഇതുപോലെ ടെർമോക്കോളിൻ്റെ സ്റ്റാർ. ഞാനൊരു ക്രിസ്മസ് പപ്പയുടെ ഡിസൈനുള്ള ലൈറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി ആ ലൈറ്റൊക്കെ.
ഇപ്പം ഞാൻ ഈ പ്രാവശ്യം ചെയ്യുന്നത് ഒരു റെഡ് കളറിലുള്ള റിബണിൻ്റെ ഡിസൈനുള്ള ഡെക്കറേഷനാണ് നമ്മൾ മുഴുവനായിട്ടും വെച്ച് കൊടുക്കണേ. അപ്പോൾ നമുക്കിത് എല്ലാ വർഷവും പുതിയത് മാറ്റി മാറ്റി വെക്കാം. ഇങ്ങനത്തെ റിബണിൻ്റെ ഡെക്കറേഷൻ നമുക്ക് വലിയ ക്രിസ്മസ് ട്രീമേക്കും വെക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് മീഷോയിലൊക്കെ വളരെ വിലക്കുറവിന് വാങ്ങാനായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ ഈ റിബൺ വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. മുകളിൽ ടോപ്പിലൊരു സ്റ്റാർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല സ്റ്റാർ, അതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല. ഉണ്ടെങ്കിൽ വെക്കാം. അപ്പോൾ നമ്മുടെ റൂം ഫുള്ളായിട്ടും ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ, നല്ലൊരു പ്രത്യേക സുഖം റൂമിലേക്ക് വരാൻ. മാത്രമല്ല തണുപ്പുണ്ട്, പുറത്ത് മഴയുണ്ട് നന്നായിട്ട്. അതുകൊണ്ട് തന്നെ റൂമിലിരിക്കുമ്പോൾ വേറെ എവിടെയോ ഇരിക്കുന്നൊരു ഫീലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് റൂം ഒന്ന് അറേഞ്ച് ചെയ്ത് ഭംഗിയാക്കി റൂമിൻ്റെ പിക്ചേഴ്സൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നോക്കണം. അപ്പോൾ എന്തായാലും നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.